ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോണ്, ഷെയർ പ്രീമിയം ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ ആ ഐറ്റംസിൻ്റെ ഇൻക്രീസും ഡിക്രീസും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എഴുതാണ് ചെയ്യുക. ഇൻക്രീസ് ആണെങ്കിൽ അത് സോഴ്സ് ഓഫ് ഫണ്ടാണ്, ഡിക്രീസ് ആണെങ്കിൽ അത് യൂസ് ഓഫ് ഫണ്ടാണ്. ഇത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇൻക്രീസും ഡിക്രീസും ഇല്ലെങ്കിൽ നമ്മൾ സോഴ്സും ഇല്ല യൂസും ഇല്ല, അത് നമ്മൾ ട്രീറ്റ് ചെയ്യേ വേണ്ട എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ലാബിലിറ്റി സൈഡിൽ വരുന്ന കറണ്ട് ലാബിലിറ്റീസ് ആണ്. പിന്നീട് കറണ്ട് ലാബിലിറ്റീസ് നമ്മൾ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഇതിനൊക്കെ പുറമെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതിരിക്കുന്ന പ്രൊവിഷൻ ഫോർ ടാക്സേഷനും പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റും, അത് രണ്ടും സ്പെഷ്യൽ ഐറ്റംസ് ആണ്. അതിന് രണ്ടിനും അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് കറണ്ട് ലാബിലിറ്റീസിൽ എടുക്കാവുന്നതാണ് എന്ന് ഇതിൻ്റെ കൂടെ മനസ്സിലാക്കുക. അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അടുത്തായിട്ട് പറയാം. അസറ്റ് സൈഡിലുള്ള കറണ്ട് അസറ്റ്സും ലാബിലിറ്റി സൈഡിലെ കറണ്ട് ലാബിലിറ്റീസും കൂടിയാണ് നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ നെറ്റ് ഇൻക്രീസ് ഓർ നെറ്റ് ഡിക്രീസ് ഇതാണ് നമ്മൾ കണ്ടെത്തിയിട്ട് ഡയറക്റ്റ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഓർ റീറ്റൈൻഡ് ഏർണിങ്സ് ഉണ്ടായിരിക്കും. റീറ്റൈൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് ഒരേപോലെ തന്നെയാണ്. സർപ്ലസ് ഇതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ ഡിഫറൻസിനാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓർ നെറ്റ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ചില ഐറ്റംസ് ആണ്. അതിൽ ലാബിലിറ്റി സൈഡിൽ നമുക്കുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ജനറൽ റിസർവ്, അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തിയതോ ആയിട്ടുള്ള പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ്റെയും പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റിൻ്റെയും ഫിഗറുകൾ, അതേപോലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഇപ്പോൾ നമുക്കതിൻ്റെ ബ്രീഫായിട്ടൊന്ന് പറയാം. അതേപോലെ അസറ്റ് സൈഡിൽ നമുക്ക് പറയുന്ന ഗുഡ് വിൽ, അതിലുള്ള ഡിക്രീസ്, അതേപോലെ പ്രിലിമിനറി എക്സ്പെൻസസിൽ വരുന്ന ഡിക്രീസും ഇൻക്രീസും ഒക്കെ വരാവുന്നതാണ് ഈ ഐറ്റംസ്. അതേപോലെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, അത് അസറ്റ് സൈഡിൽ ഉണ്ടാകാവുന്ന ഒരു ഐറ്റമാണ്. ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയാറുള്ള സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റിൻ്റെ അതിൽ ലോസോ പ്രോഫിറ്റോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ പറയുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്, അതേപോലെ നേരത്തെ പറഞ്ഞ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് റിട്ടേൺ ഓഫ്, ഇങ്ങനെയുള്ള ഐറ്റംസ്. അതിന് പുറമെ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്നൊരു ഐറ്റം ഉണ്ട്, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ പിന്നീട് നമുക്ക് നേരത്തെ പറഞ്ഞ ഡിവിഡൻറ്റ്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രം തരുന്ന രണ്ട് ഐറ്റംസ് ഉണ്ട്. അഥവാ ഇപ്പോൾ ഡിവിഡൻറ്റ് പെയ്ഡ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ പ്രൊവിഷൻ ഫോർ ഡിവിഡൻറ്റ് അഥവാ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് ഇല്ലാതെ ഡിവിഡൻറ്റ് പെയ്ഡ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നാൽ അതിൻ്റെ ഫിഗർ നമ്മൾ ഡയറക്റ്റ് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഫിഗറാണ്. ഇങ്ങനെ നമ്മൾ സം ഐറ്റംസ് ആഡ് ചെയ്ത് ബാക്കി ചില ഐറ്റംസ് ലെസ് ചെയ്യാനുണ്ട്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അതേപോലെ ട്രാൻസ്പോർട്ട് ജനറൽ റിസർവിൽ ഡിക്രീസ് ഉണ്ടെങ്കിൽ അത്, ഗുഡ് വില്ലിൽ ഇൻക്രീസ് ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള ഫിഗേഴ്സൊക്കെ നമ്മൾ ലെസ്സും ചെയ്തിട്ട് ലോസ് ഫ്രം ഓപ്പറേഷനോ ഫണ്ട് ഫ്രം ഓപ്പറേഷനോ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് കിട്ടുക. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഡയറക്റ്റ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കാണിക്കും. സോഴ്സ് ഓഫ് ഫണ്ടാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, യൂസ് ഓഫ് ഫണ്ടാണ് ലോസ് ഫ്രം ഓപ്പറേഷൻ. ഈ രീതിയിൽ അത് ചെയ്യും. നമുക്ക് ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മെത്തേഡ് കൂടി നമ്മൾ പറയാറുണ്ട്. അത് നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസുകൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ആയിട്ട് കാണിച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നീട് നമ്മൾ ഈ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞ ഐറ്റംസൊക്കെ ആ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ലെസ് ചെയ്യണമെന്ന് പറയുന്ന ഐറ്റംസൊക്കെ ക്രെഡിറ്റ് സൈഡിലും കാണിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ ഫണ്ട് ഫ്രം ഓപ്പറേഷനോ ലോസ് ഫ്രം ഓപ്പറേഷനോ കിട്ടും. നമുക്ക് കിട്ടുന്ന ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ അത് ഫണ്ട് ഫ്രം ഓപ്പറേഷനും, ഡെബിറ്റ് സൈഡിലാണെങ്കിൽ പിന്നെ അത് ലോസ് ഫ്രം ഓപ്പറേഷനും ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ പ്രാഥമികമായിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനിൽ മനസ്സിലാക്കാം. നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സേഷന് അഡ്ജസ്റ്റ്മെൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നതിന് ശേഷം അഡ്ജസ്റ്റ്മെൻറ്റിൽ ചിലപ്പം പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ക്രിയേറ്റഡ് ഓർ മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞിട്ടൊരു ഫിഗറാണ് തരിക. അതല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷന് പുറമെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിഗറാണ് തരിക.
ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇതിന് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലും കാണിക്കുക. തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിലുള്ള ആദ്യത്തെ വർഷത്തെയും രണ്ടാമത്തെ വർഷത്തെയും ഫിഗറാണ്. ഇതിന് നമുക്ക് തന്നിരിക്കുന്നത് ചോദ്യത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് പ്രൊവിഷൻ ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് കിട്ടും. അതിന് നേരെ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ടാക്സ് പെയ്ഡ് എഴുതുക. ഇനി അതല്ല ചോദ്യത്തിൽ ചിലപ്പോൾ നമുക്ക് ടാക്സ് പെയ്ഡ് ആണ് തന്നിട്ടുള്ളത് വെച്ചാൽ ആ ടാക്സ് പെയ്ഡ് ഡെബിറ്റ് സൈഡിൽ ആദ്യം എഴുതുക. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് കിട്ടും. അതിന് നേരെ ബൈ പ്രൊവിഷൻ എഴുതുക. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ബാലൻസിന് പുറമെ ഏതെങ്കിലും ഒരെണ്ണമാണ് തരിക. ഒന്നുകിൽ പ്രൊവിഷൻ അല്ലെങ്കിൽ പേയ്മെൻറ്റ്. ഈ രണ്ടിലൊന്ന് തന്നാൽ രണ്ടാമത്തേത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ പ്രൊപ്പോസഡ് ഡിവിഡൻഡ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതും ഇതേപോലെയാണ്, ഒരു മാറ്റവും ഇല്ല. അവിടെ നമ്മൾ പ്രൊപ്പോസഡ് ഡിവിഡൻഡ് ഓപ്പണിംഗ് ബാലൻസ്, അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ്, പിന്നെ നമുക്ക് ഒന്നുകിൽ ഡിവിഡൻഡ് പെയ്ഡ് തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഡിവിഡൻഡിൻ്റെ പ്രൊവിഷൻ ഈ വർഷം ക്രിയേറ്റ് ചെയ്ത് എത്രയും തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ രണ്ടാമത്തത്. ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു അക്കൗണ്ടാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. നമുക്ക് സാധാരണ ഇതിൽ രണ്ട് രീതിയിൽ ചോദ്യത്തിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഉണ്ടാവും. ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ തന്നിട്ടുണ്ടാവും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. ഓരോ ഫിക്സഡ് അസറ്റിൻ്റെയും സെപ്പറേറ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആയിട്ടുണ്ടാവാം. ചില സമയത്ത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റിൻ്റെ താഴെയായിട്ട് ലെസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഉണ്ടാവാം. ആ രീതിയിലും ഉണ്ടാവാറുണ്ട്. ഈ ഐറ്റവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇത് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി റിലേറ്റഡ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് നേരത്തെ നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷനൊക്കെ പറഞ്ഞ പോലെ നേരിട്ടിട്ട് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഇൻക്രീസ് ആയിരിക്കും. ജനറൽ റിസർവ് ഒക്കെ ചെയ്യുന്ന പോലെ ആ ഇൻക്രീസ് നേരെ കൊണ്ടുപോയിട്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതാണ് നമുക്ക് നേരിട്ട് ചെയ്യാവുന്ന പണി. അതല്ലാതെ നമുക്കിതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് ചില ചോദ്യങ്ങളിൽ നമുക്ക് പ്രൊവിഷൻ ക്രിയേറ്റഡ് ഫോർ ഡിപ്രീസിയേഷൻ ഡ്യൂറിങ് ദ ഇയർ എന്ന് പറയുന്ന ഒരൈറ്റം ആയിരിക്കും. അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് ഈ കൺസേൺഡ് അസറ്റിന്, ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ക്രിയേറ്റ് ചെയ്ത അസറ്റ് ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചർ, പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ രണ്ട് ഡാറ്റയിൽ ഒരെണ്ണമാണ് നമുക്ക് ഉണ്ടാവുക. ഇനി അതിന് പുറമെ ഒരു ഡാറ്റയും കൂടി മാക്സിമം ഉണ്ടാവാം. ഈ പറഞ്ഞ കൺസേൺഡ് അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഉണ്ടാവാം. ഇത്രയും കാര്യങ്ങൾ, ഇപ്പോൾ മാക്സിമം കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് 3 കാര്യങ്ങളാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ മാക്സിമം ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞത്. അതൊന്ന് നേരെ നോട്ട് ചെയ്ത് വെക്കുക. ഇത് വെച്ചിട്ട് നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലും ബാലൻസ് ബ്രോഡ് ഓൺ ബാലൻസ് ക്യാരിഡ് ഒന്നുകൊണ്ട് കാണിക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ നമ്മൾ അക്കൗണ്ട് ചെയ്ത അതേപോലെ തന്നെ പ്രൊവിഷനാണ് തന്നിട്ടുള്ളത് വെച്ചാൽ അത് ബൈ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അപ്പം നമുക്ക് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ കിട്ടും. അതിനെ നമ്മൾ ഡിപ്രീസിയേഷൻ ഡ്യൂറിങ് ദ ഇയർ എന്നാണ് പറയുക, ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഡ്യൂറിങ് ദ ഇയർ. അതല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ടാവുക ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് ഡെബിറ്റ് സൈഡിൽ ചെയ്ത് അപ്പോൾ നമുക്ക് പ്രൊവിഷൻ ക്രിയേറ്റഡ് ഡ്യൂറിങ് ദ ഇയർ കിട്ടും. ഈ രണ്ടിലൊന്നാണ് കിട്ടുക. ഇതിന് പുറമേയുള്ള വിറ്റ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചതിന് ശേഷമാണ് നമ്മൾ ബാലൻസ് ചെയ്യുക. അതും കൂടി ഓർത്ത് വെക്കുക. നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാത്ത സമയത്ത് ചെയ്യുന്നത് പോലെയല്ല. ഇവിടെ നമ്മൾ ഈ പ്രൊവിഷൻ, നമുക്ക് ഈ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന പ്രൊവിഷനാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാൻ വേണ്ടി ആഡ് ചെയ്യേണ്ടത്. അതാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ബാക്കി നമ്മൾ ആ ഡെബിറ്റ് സൈഡിലുള്ള ടു ഫിക്സഡ് അസറ്റ് എന്ന് നമ്മൾ എഴുതിയ ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറയുന്നത് നമ്മൾ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കും. ആ ഉണ്ടാക്കുന്ന സമയത്ത് ആ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുകയാണ് ചെയ്യുക. അതോടുകൂടി പിന്നെ അതിൻ്റെ പ്രോസസ്സും പൂർത്തിയാവും. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത്തരം ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കിയ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെയാണ് ആ കൺസേൺഡ് അസറ്റ് അക്കൗണ്ട് കൂടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. ഇവിടെ നമുക്ക് പ്ലാന്റ് അക്കൗണ്ട് മാത്രമേ ഉണ്ടാക്കേണ്ടുള്ളൂ. ഫർണിച്ചർ അക്കൗണ്ടിന് നമുക്ക് മറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ഡിഫറൻസ് നമ്മൾ ആ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെ ഡിഫറൻസ് നേരിട്ടിട്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെ അതിൽ ഫർണിച്ചർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് യൂസ് ഓഫ് ഫണ്ടിൽ കാണിക്കുകയും ചെയ്യാം. മറ്റത് നമുക്കിവിടെ പ്ലാന്റിനെ സംബന്ധിച്ചിട്ട് പ്ലാന്റ് 1,04,000 ഉണ്ടായിരുന്നത് 1 lakh ആയിട്ട് ഡിക്രീസ് ചെയ്തതിൻ്റെ കാരണം താഴെ പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റ് പർച്ചേസ്ഡ് ഫോർ ₹4,000, ഡിപ്രീസിയേഷൻ ₹2,000 ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. വാസ് സോൾഡ് ഫോർ ക്യാഷ് ഫോർ ₹800.
ഇവിടെ നമുക്ക് നോക്കേണ്ടത് 4000 രൂപക്ക് പർച്ചേസ് എന്ന് പറയുമ്പോൾ അവിടെ തെറ്റിദ്ധാരണ കുടുങ്ങാൻ പാടില്ല. അതായത് അത് നമ്മൾ പുതിയ അസറ്റ് പർച്ചേസ് ചെയ്തു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം 4000 രൂപക്ക് പർച്ചേസ് ചെയ്ത അസറ്റ് നമ്മൾ എന്ത് ചെയ്തു, വിറ്റു എന്നാണ്. അത് 2000 രൂപ ഇതുവരെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബുക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്, ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 2000 ആണ്. അത് 800 രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ 1200 അതിൽ ലോസ് വരുന്നുണ്ട്. ആ ലോസും അതേപോലെ ഇതുവരെ ചാർജ് ചെയ്ത ഡിപ്രീസിയേഷനും ഒക്കെ നമ്മൾ കാണിച്ചിട്ട് ഒരു പ്ലാൻഡ് അക്കൗണ്ട് ഉണ്ടാക്കണം. പ്ലാൻഡ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇനി അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ബാലൻസ് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ ഈ ചോദ്യത്തിൽ ഇതിന് ബാലൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് പർച്ചേസ് നടത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. നിങ്ങൾക്ക് നേരത്തെ തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്ത്, നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഫ്രീ ഹോൾഡ് ലാൻഡിൽ അസറ്റ് സൈഡിൽ ഫ്രീ ഹോൾഡ് ലാൻഡ് ഉണ്ട്, അതിൽ എമൗണ്ട് ചേഞ്ച് ഇല്ല. പ്ലാൻഡ് അറ്റ് കോസ്റ്റ് പ്ലാൻഡ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഫർണിച്ചർ അറ്റ് കോസ്റ്റ് നമ്മൾ ഫർണിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കണമെന്നില്ല. അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് ആകെ 2000 രൂപയുടെ പർച്ചേസ് നടന്നിട്ടുണ്ടെന്നാണ് ആ ചോദ്യത്തിൽ തന്നെ മനസ്സിലാവും. 7000 ഉള്ളത് 9000 ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ നമുക്ക് അതിലുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് കോസ്റ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ ഇൻക്രീസ് ആണ് വരുന്നത്. 60 ഉള്ളത് 80,000 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു പർച്ചേസ് ഉണ്ട്, അത് നമ്മൾ നോട്ട് ചെയ്തിട്ട് യൂസ് ഓഫ് ഫണ്ടിൽ കാണിക്കാം. പിന്നീട് അവിടെ ഉള്ളത് കറണ്ട് അസറ്റുകളാണ്. നമുക്ക് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ലാബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റലിൽ 1 lakh 1,50,000 ആയിട്ടുണ്ട്. 50,000 ഇൻക്രീസ് ഉണ്ട്, സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഷെയർ പ്രീമിയം നമുക്കറിയാം, ആദ്യത്തെ വർഷം അത് വന്നിട്ടില്ല എമൗണ്ട്, രണ്ടാമത്തെ വർഷം എമൗണ്ട് ഉണ്ട് പറഞ്ഞാൽ ആ എമൗണ്ട് ഉള്ളത് നമ്മൾ ഇൻക്രീസ് ആയിട്ട് കണക്കാക്കിയിട്ട് സോഴ്സ് ഓഫ് ഫണ്ടിൽ എടുക്കുകയാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ ചെയ്താൽ മതി. പിന്നെ ജനറൽ റിസർവിലുള്ള ഡിഫറൻസ് നമുക്ക് നേരിട്ടിട്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് എന്താ ചെയ്യാമെന്ന് നമുക്കറിയാം. അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കുക. അവിടെ ഇൻക്രീസ് ആണ്, പ്രോഫിറ്റ് ആണ്, അത് നമ്മൾ നേരിട്ട് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുന്ന ഫോർമാറ്റിലോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലുള്ളത് ഡിബഞ്ചറാണ്. ഡിബഞ്ചർ ഡിക്രീസ് ആണുള്ളത്, അത് യൂസ് ഓഫ് ഫണ്ടായിട്ട് നിങ്ങൾ നേരിട്ട് കാണിക്കുക, റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു, അതിലുള്ള പ്രൊവിഷനൊക്കെ നമ്മൾ കണ്ടെത്തിയത് എങ്ങനെ കണ്ടെത്താമെന്ന് പറഞ്ഞു. പിന്നെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഫർണിച്ചർ, അവിടെ നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല, കാരണം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫർദർ വേറൊന്നും പറഞ്ഞിട്ടില്ല, അഡീഷണൽ ഇൻഫർമേഷനിലൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡിഫറൻസ് നേരിട്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി, അതിലുള്ള ഇൻക്രീസ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ഒന്നുകിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ കറണ്ട് ലാബിലിറ്റി ആയിട്ട് എടുക്കാം. രണ്ടിലൊരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. കാരണം പ്രൊവിഷൻ ഫോർ ടാക്സേഷനിൽ ഇവിടെ എമൗണ്ട് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും തരാത്തതുകൊണ്ട് രണ്ട് രീതിയിലും ട്രീറ്റ് ചെയ്യാം. ഒന്നുകിൽ അതിൻ്റെ ഡിഫറൻസ് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കറണ്ട് ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇത്രയാണ് നമുക്ക്. പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്, അത് കറണ്ട് ലാബിലിറ്റി ആണെന്ന് നമുക്കറിയാം. ഇനി ഇതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഇതിനകത്ത് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എ ഡിവിഡൻഡ് ഓഫ് 22.5% ഓൺ ഒറിജിനൽ ഷെയർസ് വെർ പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഷെയർസ് ഉള്ളത് 1 lakh ആണ് ആദ്യം ഉണ്ടായിരുന്നത്. ഈ 1 lakhൻ്റെ 22.5% കാണുക. ആ എമൗണ്ട് നിങ്ങൾ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട്, നമ്മൾ നേരത്തെ ഡിവിഡൻഡ് പെയ്ഡ് എന്താണ് ചെയ്യാന്നുള്ളത് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നിങ്ങൾ നേരിട്ടിട്ട് ആഡ് ചെയ്യുകയും ചെയ്യുക, യൂസ് ഓഫ് ഫണ്ടിൽ കാണിക്കുകയും ചെയ്യുക. അതാണ് അതിൽ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷനും ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇത്രയും എക്സ്പ്ലനേഷൻ ആവശ്യം മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്.